കോതമംഗലം കാപ്പുചിറയുടെ പരിസരങ്ങളിൽ സാധാരണയായി കാണാറുള്ള ഒരു കാഴ്ചയായിരുന്നു 10 വയസ്സുകാരി ഫാത്തിമ സെഹ്റയുടെ സൈക്കിൾ സവാരി. അന്നും പതിവ് പോലെ അവൾ തന്റെ സൈക്കിളിൽ ആ ചിറക്കരികിലൂടെ പോവുകയായിരുന്നു. എന്നാൽ ആ ദിവസം അവൾക്കായി അവിടെ കാത്തുവെച്ചത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു വലിയ പരീക്ഷണത്തിന്റെ നിമിഷങ്ങളായിരുന്നു. പെട്ടെന്നാണ് ശാന്തമായിരുന്ന ആ അന്തരീക്ഷം മാറിമറിഞ്ഞത്. വെള്ളത്തിലാരോ മുങ്ങിത്താഴുന്നുണ്ടെന്നും ഒരു കൈ മാത്രം മുകളിൽ കാണാമെന്നും പരിഭ്രാന്തിയോടെയുള്ള ഒരു അയൽവാസിയുടെ വിളിച്ചുകൂവൽ ഫാത്തിമയുടെ കാതുകളിൽ അലച്ചു. ആ വാക്കുകൾ കേട്ടതും ഫാത്തിമയുടെ കുഞ്ഞു മനസ്സ് ഒന്നേ ചിന്തിച്ചുള്ളൂ. അവിടെ ഒരു ജീവൻ അപകടത്തിലാണ്. ഒട്ടും സമയം കളയാനില്ല. ഓടിച്ചുകൊണ്ടിരുന്ന സൈക്കിൾ വഴിയരികിലേക്ക് തള്ളിയിട്ട് സ്വന്തം സുരക്ഷയെക്കുറിച്ചോ വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചോ ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൾ ആ ചിറയിലെ ആഴമേറിയ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അബദ്ധത്തിൽ കാൽ വഴുതി ചിറയിലെ കയത്തിലേക്ക് വീണുപോയത് 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞായിരുന്നു. മലപ്പുറത്തു നിന്നും ബന്ധുവീട്ടിലെത്തിയ കുഞ്ഞ് കുളിക്കടവിലെ സ്റ്റെപ്പിലൂടെ എത്തി നിലയില്ലാ വെള്ളത്തിലേക്ക് വീണത് ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. വെള്ളത്തിൽ വീണ് മിനിറ്റുകൾ പിന്നിട്ടതോടെ ആ കുഞ്ഞ് മരണത്തോട് മല്ലിടുകയായിരുന്നു. സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് ആ 10 വയസ്സുകാരി വെള്ളത്തിലേക്ക് എടുത്തു ചാടിയത്. ഒടുവിൽ ഒട്ടും പതറാതെ അവൾ ആ കുഞ്ഞിനടുത്തേക്ക് നീന്തിയെത്തി ആ പിഞ്ചുമേനിയെ കൈകളിൽ കോരിയെടുത്തു. കുഞ്ഞിനെ തന്നെ നെഞ്ചോട് ചേർത്തുപിടിച്ച് ആ കൊച്ചുമിടുക്കി പതുക്കെ പടവുകളിലേക്ക് നീന്തിക്കയറി. കരയിലെത്തിക്കുമ്പോഴേക്കും ആ കുരുന്ന് പൂർണ്ണമായും അബോധാവസ്ഥയിലായി കഴിഞ്ഞിരുന്നു. സാധാരണയായി മുതിർന്നവർ പോലും ഭയന്നുപോകുന്ന ഒരു അവസ്ഥയായിരുന്നു അത്. എന്നാൽ അവിടെയും ഫാത്തിമ പകച്ചു നിന്നില്ല. കരയിലെത്തിച്ച ഉടൻ തന്നെ അവൾ കുഞ്ഞിനെ കമിഴ്ത്തി കിടത്തി. തുടർന്ന് പുറത്തും വയറ്റിലും കൃത്യമായി തട്ടിക്കൊണ്ട് ഉള്ളിൽ ചെന്ന് വെള്ളം പുറത്തു കളയാനുള്ള പ്രഥമ ശുശ്രൂഷ നൽകാൻ തുടങ്ങി. ഒടുവിൽ അവളുടെ ആത്മവിശ്വാസത്തോടെയുള്ള ഇടപെടൽ ഫലം കണ്ടു. കുഞ്ഞ് ഉള്ളിൽ ചെന്ന് വെള്ളമെല്ലാം ഛർദ്ദിച്ച് പതുക്കെ കണ്ണുകൾ തുറന്നു. ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് കണ്ടപ്പോൾ മാത്രമാണ് ഫാത്തിമയ്ക്കും ചുറ്റും നിന്നവർക്കും ശ്വാസം നേരെ വീണത്. വീടിനടുത്ത് ഒരു ചിറയുള്ളതുകൊണ്ട് തന്നെ അപകടം തിരിച്ചറിഞ്ഞ് ഫാത്തിമയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ പിതാവ് നൗഫൽ നീന്തൽ പഠിപ്പിച്ചിരുന്നു. ഭയമില്ലാതെ വെള്ളത്തെ നേരിടാൻ പിതാവ് നൽകിയ ആ കരുത്തുറ്റ പരിശീലനമാണ് ഇന്ന് മറ്റൊരു കുടുംബത്തിന്റെ തണലായി മാറാൻ അവൾക്ക് തുണയായത്. താൻ ചെയ്തത് ഒരു ജീവൻ രക്ഷിക്കുക എന്ന ഇത്രയും വലിയൊരു കാര്യമാണെന്ന് ആദ്യം ആ കുരുന്നിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ധീരതയുടെ ഈ കഥ കാട്ടുതീ പോലെ പടർന്നതോടെ നാടും നാട്ടുകാരും ജനപ്രതിനിധികളും അവളെ തേടിയെത്തി. അഭിനന്ദന പ്രവാഹങ്ങളും ഉപഹാരങ്ങളും കൊണ്ട് ആ കൊച്ചുമിടുക്കിയെ അവർ മൂടി. അപ്പോഴാണ് താൻ ചെയ്ത പ്രവൃത്തിയുടെ വലിപ്പം ഫാത്തിമ പോലും തിരിച്ചറിയുന്നത്. ഭയമില്ലാതെ കൃത്യസമയത്ത് ബുദ്ധിപൂർവ്വം ഇടപെട്ട ഫാത്തിമ സെഹ്റ എന്ന 10 വയസ്സുകാരിയുടെ ഈ കഥ കേവലം ഒരു വാർത്ത മാത്രമല്ല, മറിച്ച് കുട്ടികൾക്ക് ധൈര്യവും അതിജീവനത്തിനുള്ള കഴിവുകളും ചെറുപ്രായത്തിൽ തന്നെ പകർന്നു നൽകേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്ന ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾക്ക് കാട്ടിക്കൊടുക്കേണ്ട ഒരു വലിയ മാതൃക കൂടിയാണ്.